ഷാസ് കുക്ക് ബുക്ക് ആൻഡ് ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ്. ഡാൻഡ്രഫ് പൂർണ്ണമായിട്ടും പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാല് ഇതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ആകെ ആവശ്യമുള്ളത് ഒന്ന് ആപ്പിൾ സിഡർ വിനീഗറാണ്. ഇത് ഏതിന്റെ ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു ലെമണിന്റെ ഹാഫ്, പിന്നെ കുറച്ച് വെള്ളം. ഇത്രേ ആവശ്യമുള്ളൂ. ഇത് ഏത് മടിയുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മുടെ തലയിലുള്ള ഈ താരനൊന്ന് കളയുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ആവശ്യം. അതൊന്ന് പോയി കിട്ടാൻ മതി പറഞ്ഞ് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ്, എൻ്റെ അടുത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെതാണ്, ഗ്ലാസ് ബൗളാണ് ഏറ്റവും നല്ലത്, ഗ്ലാസ് ബോട്ടില്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനീഗറിന്റെ ഈ ക്യാപ്പില് രണ്ട് ക്യാപ്പ് ഇതിന് ഒഴിച്ചു. വിനീഗർ, ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലെമൺ ജ്യൂസ്, ഇതിന്റെ സീഡ് അങ്ങോട്ട് കളഞ്ഞിട്ട് ഈ ലെമൺ ജ്യൂസ് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിക്കുക. സീഡ് ഇരിക്കി വീടുണ്ട്, അത് നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി. ഈ ലെമൺ ജ്യൂസിന്റെ ഒരു ഹാഫ് ഫുള്ള് ഇതിലേക്ക് ഒഴിക്കണം. അപ്പൊ എല്ലാവരും ചോദിക്കും ലെമൺ ജ്യൂസ് തട്ടി കഴിഞ്ഞാൽ നമുക്ക് നര വരില്ലേ എന്നുള്ളത്. ഇത് ലെമൺ ജ്യൂസ് ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനീഗറിന്റെ കൂടെയാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു വീര്യം കുറച്ച് കുറയും. അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം ചേർക്കുക. ഇനി ഇത്രയും തന്നെ ഇപ്പൊ നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ ഒഴിച്ച അതേ അടപ്പില് മൂന്നടപ്പ്, ഇപ്പൊ ഇതിന് രണ്ടെണ്ണം കൂടി ആയിട്ട് 3 അടപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് ഷേക്ക് ചെയ്യാം. ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. നമ്മൾ ഓരോ പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായി ഷേക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് പുറത്ത് വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇതിത്തെ ഈ കുരുവൊക്കെ നിർത്തി മാറ്റണം. ഇനി ഇത് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ കുരു എടുത്തൊരു മാറ്റണം കേട്ടോ, ഞാൻ പിന്നീട് മാറ്റിക്കോളാം. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ എന്താ പറയാ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഈ ലിക്വിഡ് ഉണ്ടാക്കാനുള്ള പണി. ഇത്രേ ഉള്ളൂ. അപ്പം ഇത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചെറിയൊരു പാത്രത്തിലോ ബൗളിലോ ഒരു എന്താ പറയാ കോട്ടൺ എടുക്കുക. ഈ കോട്ടണിൽ ഇത് മുക്കിയിട്ട് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ എന്താണ് പറയാ ഈ പിന്നെ ഒരു നല്ല ചീർപ്പ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചീന്തണം. നന്നായി, അതായത് നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പാർലറിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, തേൽ കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അതെല്ലാം ഫുള്ള് ഇളക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രാപ്പിലൊക്കെ നന്നായിട്ട് എന്താണ് ചീർപ്പ് കൊണ്ട് ചീന്തിയതിന് ശേഷം ഒരു കോട്ടൺ എടുത്തിട്ട് ഈ പിന്നെ ലിക്വിഡിൽ മുക്കിയിട്ട് എല്ലാം നമ്മുടെ റൂട്ടിലൊക്കെ അത് പിന്നെ നന്നായിട്ട് പിടിപ്പിക്കുക, എല്ലാം ഉരച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇരിക്കുക. അത് സമയമുള്ള നേരത്ത് ചെയ്യുക. അതായത് ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യം കിട്ടുന്ന ടൈമിൽ ഇത് ചെയ്തിട്ട് അതൊരു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയാം. 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. അത് അതിലേക്ക് പിടിച്ചോളും. അപ്പം നല്ല ഡാൻഡ്രഫ് ഉള്ളവർ ഡെയിലി ചെയ്യാൻ നല്ലത്. എന്നാൽ ഒരു 7 ദിവസം കൊണ്ട് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും, ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. വിനീഗർ, ലെമൺ ജ്യൂസ്, വാട്ടർ, ഈ 3 സാധനം കൊണ്ട് നമ്മുടെ ഡാൻഡ്രഫിനെ നമുക്ക് കളയാം. അതാണ് നമ്മുടെ ഒരു റെമഡി. ഇനി അടുത്തത് എൻ്റെ അടുത്ത് സാധനങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ അത് പറയാം. പിന്നെ ഞാനത് വാങ്ങിയതിന് ശേഷം മാത്രം ഞാനതിന്റെ പിന്നെ ഇത് കാണിക്കാം. ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുവരെ ഞാൻ ഇതിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ഡെലിവറി കഴിഞ്ഞ ലേഡീസ്, അതേപോലെ തന്നെ നല്ല തടി കൂടുതലുള്ളവർ, തടി കുറഞ്ഞു കഴിയുമ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാവാൻ പോകുന്നൊരു സംഭവമാണ് നമ്മൾ എന്താ പറയാ സ്ട്രെച്ച് മാർക്ക്. അതായത് നമ്മുടെ വയറിൽ ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക്. വയറിൽ മാത്രമല്ല, കൈയിന്റെ അവിടെ ഉണ്ടാവാറുണ്ട്. പല സ്ഥലത്ത് നമ്മൾ വെയിറ്റ് ലോസ് വരുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും.
അപ്പം അത് കുറെ ആളുകൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതായത് സാരി എടുക്കുമ്പോൾ നമുക്കത് അവിടെ അങ്ങനെ വിസിബിൾ ആയിട്ട് കാണും. അപ്പൊ അത് കാരണം പലരും ഇത് ഭയങ്കര ഒരു വിഷമമായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ എൻ്റെ അടുത്ത് ഇല്ല ഇപ്പൊ. അത് ഞാൻ ഇനി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരട്ടെ. വന്നതിന് ശേഷം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിയിട്ട് ചെയ്യാറ്, ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഷിയ ബട്ടർ എന്നാണ്. ഷിയ ബട്ടർ എന്ന് പറയുന്നത് പ്യുവർ ഓർഗാനിക് ഐവറി ആണ്. ഷിയ ബട്ടറിന്റെ ഞാൻ അത് കാണിച്ചു തരാം. അതിന്റെ ബോട്ടിൽ അത് തന്നെ നിങ്ങൾ വാങ്ങിക്കണം. അത് ഓർഗാനിക് ആയിട്ടുള്ള ഷിയ ബട്ടർ തന്നെ വാങ്ങിക്കണം. എന്നാൽ അതിന്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ ഈ ഷിയ ബട്ടർ നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്കിനൊക്കെ ഫേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് എന്താണ് കടയിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്രീമിലൊക്കെ ആഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഷിയ ബട്ടർ. അപ്പൊ ഇത് നമ്മുടെ സ്ട്രെച്ച് മാർക്കിനെ ഫേഡ് ചെയ്യും. അതാണ് മെയിൻ സാധനം, അതായത് ഷിയ ബട്ടർ. പിന്നെ അടുത്തത് വേണ്ടത് അലോവീര ജെല്ലാണ്. അലോവീര ജെല്ല് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്നതാണ്, വൈറ്റനിങ് ഏജന്റ് ആണ്. അതേപോലെ തന്നെ എന്താ പറയാ മോയ്സ്ചറൈസിങ് എഫക്റ്റ്, സ്കിന്നിന് മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് അലോവീര ജെല്ല്. അതാണ് അടുത്ത ആഡ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ആദ്യത്തെ ഷിയ ബട്ടർ, രണ്ടാമത്തെ അലോവീര ജെല്ല്. പിന്നെ അടുത്തത് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ് അടുത്തത് വേണ്ടത്. അത് എൻ്റെ അടുത്ത് ഇല്ല. എൻ്റെ അടുത്ത് ക്യാപ്സൂൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. തരട്ടെ. എല്ലാം വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഷിയ ബട്ടർ, രണ്ടാമത്തെ അലോവീര ജെല്ല്, മൂന്നാമത്തെ വൈറ്റമിൻ ഇ ഓയിൽ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ലെമൺ ആണ്. ഹാഫ് ലെമൺ ജ്യൂസ്. അടുത്തത് ഹാഫ് പൊട്ടറ്റോ. ഇതിന്റെ രണ്ടിന്റെയും ജ്യൂസ് എടുക്കണം. ഹാഫ് ലെമൺ ജ്യൂസും ഹാഫ് പൊട്ടറ്റോ ജ്യൂസും നമ്മൾ എടുക്കണം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, എല്ലാം കൂടി മിക്സ് ചെയ്യേണ്ടതാണ്. മൊത്തത്തിൽ അവിടെ മിക്സ് ചെയ്യേണ്ട. ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് പ്രകാരം തന്നെ മിക്സ് ചെയ്യണം. എന്നിട്ട് അതൊരു ജാറിലാക്കിയിട്ട്, അതായത് ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ 3 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ക്രീം ഉണ്ടാവും. ഇതൊരു ക്രീമായിട്ട് പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം തന്നെ ലെമൺ ജ്യൂസ് നമ്മളൊരു ബോട്ടിൽ എടുക്കുക. ആ ഒരു ഹാഫ് ലെമൺ ഉണ്ടല്ലോ, അത് ഫുള്ള് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്യാം. പൊട്ടറ്റോ ജ്യൂസും അതേപോലെ തന്നെ അലോവീര ജെല്ലും, ഈ 3ഉം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ലെമൺ ജ്യൂസും പൊട്ടറ്റോ ജ്യൂസും അലോവീര ജെല്ലും അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിൽ, ഇതെല്ലാം കൂടി 4എണ്ണം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചതിന് ശേഷം വേറൊരു ബോട്ടിലേക്ക് നമ്മൾ ഈ ഷിയ ബട്ടറിന്റെ ഒരു 1 ടേബിൾ സ്പൂൺ വേണം. ഒരു വലിയ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ ഷിയ ബട്ടർ എടുക്കുക. അതൊരു ഗീ ടൈപ്പ് ആയിരിക്കും കേട്ടോ. കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും. ഞാൻ ഇനി വന്നതിന് ശേഷം കാണിച്ചു തരാം. അത് ഇങ്ങനെ എടുത്തതിന് ശേഷം അതിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലിക്വിഡ് എല്ലാം കൂടി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഷിയ ബട്ടർ അതിലേക്ക് ഇടരുത്. ഈ ഷിയ ബട്ടറിന്റെ പാത്രത്തിലേക്ക് നമ്മൾ മറ്റേ മിക്സ് ചെയ്തത് മിക്സ് ചെയ്യണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു ക്രീം പരുവത്തിലാവുന്ന വരെ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മളിങ്ങനെ ഇടുമ്പോൾ ഒരു ക്രീം കൺസിസ്റ്റൻസി വരും. അത് ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇത് വേറൊരു ഗുണം കൂടി ഉണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് നല്ലൊരു എഫക്റ്റീവാണ്. നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരകൾ വീഴുക, അതേപോലെ തോല് പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉള്ളവരുണ്ടാവും. ഈ 2 കാര്യത്തിനും, അതായത് എന്താണ് സ്ട്രെച്ച് മാർക്ക് പോകാനും അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും പറ്റിയ ഏറ്റവും നല്ലൊരു ക്രീമാണ് ഇപ്പൊ നമ്മൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അത് ചെയ്ത് നോക്കുക. നമുക്ക് ഇത് എന്താ പറയാ, ആമസോണിൽ നിന്ന് കിട്ടുന്നതാണ്. വൈറ്റമിൻ ഇയും ഓയിലും അതേപോലെ തന്നെ ഷിയ ബട്ടറും. അത് ഓർഗാനിക് തന്നെ, ഷിയ ബട്ടർ ഓർഗാനിക് തന്നെ വേണം നോക്കുക. അപ്പം ഇതൊക്കെയാണ് ഇതിന് വേണ്ട സംഭവങ്ങൾ. അപ്പൊ ഞാൻ ഇന്ന് 2 സംഭവങ്ങളാണ് കാണിച്ചത്. ഒന്ന് ഡാൻഡ്രഫിനാണ്. ഇതെല്ലാം ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഒരു അപ്പിസറ വിനെഗർ, ഇതും ഓർഗാനിക് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ. അതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ തലയിൽ തേച്ചുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഷുവറായിട്ട് ഞാൻ പറയാണ്. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിന്റെ ഇനിയും കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് അപ്പിസറ വിനെഗർ നമ്മുടെ അസിഡിറ്റിക്ക് പറ്റിയ ഒരു സംഭവമാണ്. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഇതിന്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡാൻഡ്രഫ് എല്ലാവരും ആർക്കിനി ഡാൻഡ്രഫ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടും അടുത്തത് സ്ട്രെച്ച് മാർക്ക് ആൻഡ്
പിന്നെ എന്താ പറയുക ഡ്രൈ സ്കിൻ ഉള്ളവർക്കും കൂടി ഉള്ള 2 റെമഡികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഞാൻ നെക്സ്റ്റ് ബ്യൂട്ടി ടിപ്സ് ഞാൻ വിചാരിക്കുന്നത്, കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർ ആം ഡാർക്ക്നെസ്. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പലരും. കാരണം അണ്ടർ ആം ഡാർക്ക്നെസ് ഉള്ളവർക്ക് പിന്നെ സ്ലീവ്ലെസ് ബ്ലൗസോ അല്ലെങ്കിൽ സ്ലീവ്ലെസ്സിന്റെ ചുരിദാറോ ഒന്നും ഇടാൻ പറ്റില്ല. അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ അതൊരു ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്ക് കൂടി അവർക്ക് വേണ്ടിയിട്ടാണ് ഈ അടുത്ത ടിപ്പ് ഞാൻ വരാൻ പോണത്. ബ്യൂട്ടി ടിപ്സ്. ഞാൻ അണ്ടർ ആം ഡാർക്ക്നെസ്സിന് അതിന്റെ സാധനം ഞാൻ വാങ്ങിയിട്ട് വേണം. അപ്പോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ഞാൻ ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.